ഹായ് സ്റ്റുഡൻസ്, ഐ എം മുരളി. ഇതാണ് നിങ്ങളുടെ ഒഫീഷ്യൽ +1 ഗ്രൂപ്പ്. ഓക്കെ, ഓൺലൈൻ ക്ലാസ് ആയിരിക്കുമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. കോവിഡ് കൂടി വരുന്ന സാഹചര്യത്തിൽ എല്ലാവരും ജാഗ്രതയോടെ മാത്രം ഇരിക്കുക. പിന്നെ ക്ലാസ് ടൈം മറ്റുള്ള ടീച്ചേഴ്സ് അറിയിക്കുന്നതായിരിക്കും. എല്ലാവരും ഓൺലൈൻ ക്ലാസ്സിന് സഹകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. എന്തോരം ആൾക്കാരാ ഗ്രൂപ്പിൽ? ഇവരൊക്കെ എന്നാണാവോ ഞാനിനി ഒന്ന് പരിചയപ്പെടുക. ഒരുപാട് ആൾക്കാർ പേഴ്സണലി മെസ്സേജ് അയക്കുന്നുണ്ടല്ലോ. ഓ, അതെന്തായാലും നന്നായി. അപ്പോൾ ഇങ്ങനെ പരിചയപ്പെടാം അല്ലേ? ടുഡേ ഈസ് മൈ ബർത്ത്ഡേ. എല്ലാ ബർത്ത്ഡേയും പോലെ ഇതും എനിക്ക് സാധാരണ ഒരു ദിവസമാണ്. പക്ഷേ വല്ലാത്ത പനി, തലവേദന, തീരെ വയ്യ. കുറേ ആൾക്കാരെ വിഷ് ചെയ്തിട്ടുണ്ടല്ലോ. എനിക്ക് ആദ്യമായിട്ട് ഇത്രയും വിഷ് കിട്ടുന്നതെന്ന് തോന്നുന്നു. ഇതാരാ ഞാൻ സേവ് ചെയ്യാത്തൊരു നമ്പർ? ആ, ഇത് നമ്മുടെ ഗ്രൂപ്പിലുണ്ടല്ലോ. അപ്പം എൻ്റെ കൂടെ പഠിക്കുന്നതായിരിക്കും. താങ്ക് യു. ഇതാരാ? ഋഷിനന്ദ്. ഓ, നൈസ് ടു മീറ്റ് യു. ഞാൻ മായ. ഫുഡ് കഴിച്ചോ? ഓ, തലവേദനിക്കുന്നല്ലോ. ഇനി ഇടയ്ക്ക് എപ്പോഴെങ്കിലും മെസ്സേജ് അയക്കാം. എന്തായാലും കിടക്കാം. ഇന്ന് വാട്സപ്പിൽ ഒരുപാട് ട്രെയിൻ ഓടിക്കുന്നുണ്ടല്ലോ എല്ലാവരും സ്റ്റാറ്റസ് ആയിട്ട്. ഇന്നെന്താ പ്രത്യേകത? ഓ, മെസ്സിയുടെ ബർത്ത്ഡേ. അതിനെന്തിനാ ഇത്രയും ഫോട്ടോസൊക്കെ ഒറ്റയടിക്ക് സ്റ്റാറ്റസ് ഇടുന്നത്? ഇനി മെസ്സി എങ്ങാനും വാട്സപ്പിൽ സ്റ്റാറ്റസൊക്കെ കാണുമാവട്ടെ. വെയിറ്റ്, ഒരുത്തം മാത്രം. ഇതെനിക്ക് അന്ന് എൻ്റെ ബർത്ത്ഡേക്ക് മെസ്സേജ് ആണല്ലേ. ഓ, മാത്രം ഒരൊറ്റ സ്റ്റാറ്റസേ ഇട്ടിട്ടുള്ളൂ. ഓ, അപ്പോൾ ബുദ്ധിയുള്ളവരുണ്ടല്ലേ. ഇതിനെക്കുറിച്ചൊന്ന് അവനോട് ചോദിച്ചാലോ? എന്ത് പറഞ്ഞിട്ടാ ചോദിക്കുന്നത്? അന്ന് മെസ്സേജ് അയച്ചിട്ട് ഞാൻ പിന്നെ സീനാക്കിയിട്ട് വരെയില്ല അത്. എന്തായാലും ചോദിക്കാം. കൂടെ പഠിക്കുന്നതല്ലേ, ഇങ്ങനെയല്ലേ ഒന്ന് പരിചയപ്പെടുക. നീ മാത്രം എന്താ ഒരു ഫോട്ടോ? എല്ലാവരും കുറേ ഇട്ടിട്ടുണ്ടല്ലോ. ഒന്ന് പോരെ, മെസ്സി വന്ന് സ്റ്റാറ്റസ് ഒന്നും നോക്കാൻ പോകുന്നില്ലല്ലോ. അതില്ല, ഞാൻ ചുമ്മാ ചോദിച്ചതാ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? എത്ര മാസമായാലും ഇങ്ങനെ ഓൺലൈൻ ക്ലാസ്. ഫൈനലി നമ്മൾ സ്കൂളിൽ പോകാൻ പോവാ. നീ ഏതാ ബാച്ച്? ഞാൻ എ ബാച്ചാ. നീ ബി ആന്ന് പറയുന്നുണ്ടായിരുന്നു അല്ലേ? ഞാൻ മൺഡേ ടു വെനസ്ഡേ പോകണ്ടേ. നീയോ? ഞാൻ തേഴ്സ്ഡേ ടു സാറ്റർഡേ. അപ്പോൾ നമ്മളിനി എന്നാ കാണുക? അറിയില്ല. എന്തിനാ കാണണേ? ഇങ്ങനെ പോരെ? മതി, എനിക്കെന്താ. ഇതാ ഒരു കണക്കിന് രസം. എന്തെടുക്കുവാ? ഒന്നുമില്ല. എന്തു പറ്റി? ഒരു മൂഡ് ശരിയില്ല.
എന്തേലും ഉണ്ടെങ്കിൽ താൻ പറഞ്ഞോ, ഞാൻ കേൾക്കാം. വേണ്ട, നിനക്കത് ബോറടിക്കും. നോ, താൻ പറ. ഋഷി, നിനക്ക് എന്നെക്കുറിച്ചൊന്നും അറിയില്ല. ഞാനത് പറയാൻ ഉദ്ദേശിക്കുന്നുമില്ല. അഥവാ ഞാൻ പറഞ്ഞാൽ അത് നിനക്ക് കേൾക്കുമ്പോൾ വല്ലാത്തൊരു ബോറായിട്ട് ഫീലാവും ചിലപ്പോൾ. അല്ലെങ്കിൽ എന്നോടൊരു സഹതാപം തോന്നും. എനിക്കെന്നോട് സഹതാപം തോന്നി സംസാരിക്കുന്നത് ഇഷ്ടമല്ല. സോ നീ അറിയാണ്ടിരിക്കുന്നതാണ് നല്ലത്. എന്താടോ, എന്താ പറ്റിയേ? അതൊക്കെ വിട്. നാളെ നമ്മൾ 2 ബാച്ചും ഒരുമിച്ചാവാൻ പോവല്ലേ. ഫസ്റ്റ് ടൈം ഞാൻ നിന്നെ കാണാൻ പോവാടാ. എൻ്റെ ഫോട്ടോ വരച്ചു തരാന്ന് പറഞ്ഞിട്ട് നാളെ തരുമോ? ഞാൻ അപ്പോഴേ പറഞ്ഞതാ തരൂലാന്ന്. എന്താടോ? ബാച്ച് ഒരുമിച്ചാക്കിയോണ്ട് എല്ലാവരെയും കാണാൻ പറ്റിയല്ലേ. സത്യം, +2 കഴിയാൻ തന്നെ ഇനി 2 വീക്ക് മാത്രമേ ഉള്ളൂ. ആ 2 വീക്കെങ്കിലും നമ്മൾ ഒരുമിച്ചായല്ലോ, അതന്നെ വലിയ കാര്യമാണ്. മായ, ഇന്ന് എൻ്റെ ബർത്ത്ഡേ അല്ലേ. ഹാപ്പി ബർത്ത്ഡേ. ഓ, താങ്ക് യു. നമുക്കൊരു ഫോട്ടോ എടുത്താലോ? ഇന്നേക്കുള്ളൊരു സ്റ്റോറി ആക്കാം. എന്നെ മെൻഷൻ ആക്കണം. മായ, ഡാ ഋഷി, നീ ലേറ്റാണോ? ബെല്ലൊക്കെ നേരത്തെ അടിച്ചല്ലോ. ഓ എഴുന്നേക്കാൻ ലേറ്റായി, ബസ്സും കിട്ടിയില്ല. നടന്ന് വരണം മിസ്റ്റർ. അയ്യടാ, നിനക്ക് വേറെ ബസ്സില്ലാത്തോണ്ടല്ലേടി നീ 8 മണിക്ക് ഇവിടെ വന്നിരിക്കുന്നേ. അള്ളിമൊലയില് വീടും വെച്ച സമയത്തിന് ബസ്സില്ലാത്ത പട്ടിക്കാടും. ഡാ മതി, നിർത്ത്. കുറെ സമയമായി അവൻ തുടങ്ങിയിട്ട്. ആ വീട്ടടി ഏതെനിക്കുന്നു. നിൻമിഴിയിലെ കനലിൻ ജീവനിൽ മഴയായി പെയ്തടാനുരാഗം ഇഞ്ചിലിന്നൊരു തേനൂറും താളം നിന്നോർമയാണെന്റെ സ്വർഗം മന്ദാരപ്പൂവായി വിരിഞ്ഞ നേരൻ വെൺപെങ്കൾ പോലെ നീ പാതിരാ കാറ്റിലലിഞ്ഞ മൊഴിയിൽ മാറ്റൊലിച്ചുണ്ടൻ പ്രണയവീരൻ കൊഴിഞ്ഞു പോയൊരേ രാവുകളായിരം കൈകൾ കോർത്തെത്ര ദൂരം പോയി ഇനിയും എത്ര കാലം മുന്നിൽ ഈ സ്നേഹത്തിൻ തീരം മാത്രം. ഏയ് മായ, എന്താടാ, എന്തിനെങ്ങനെ ഓടി വരുന്നേ? ഇത് ഇത് തരാനാണോ നീ അത്രയും ദൂരം ഓടി വന്നത്? വേണ്ടേ വേണ്ട. ആരാ പറഞ്ഞ വേണ്ട, നിങ്ങതാ. എൻ്റെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെ നോട്ടൊന്ന് കംപ്ലീറ്റ് ചെയ്ത് തരുമോ? അയ്യടാ, അപ്പം എൻ്റെ ആരെഴുതും? പ്ലീസ് പ്ലീസ്. ഞാൻ എഴുതിയൊക്കെ ചെയ്യാം. എനിക്കെന്ത് തരും? കോലുമിഠായി 10 എണ്ണം. 5 എണ്ണം. 15 എണ്ണം. വേണ്ട, 10 എണ്ണം. ഓക്കെ, അപ്പോൾ ബസ് വരാറായി, ഞാൻ പോവാം. നാളെ കാണാം. മറ്റന്നാ സെൻഡ് ഓഫ് അല്ലേ? നിന്റെ ബർത്ത്ഡേ അല്ലേ? ഉം. സെൻഡ് ഓഫിന് എല്ലാവരും ഫോട്ടോ എടുക്കുമല്ലേ? ക്ലാസ് ഫോട്ടോ. ആ എടുക്കും. നമുക്ക് രണ്ടാൾക്ക് മാത്രമായിട്ടൊരു ഫോട്ടോ എടുക്കണ്ടേ? എന്തിന്? വേണ്ടേ? നോക്കാം. എന്നെ ഓർക്കാൻ നിനക്ക് ഒരുമിച്ചൊരു ഫോട്ടോയൊക്കെ ആവശ്യമുണ്ടോ? എന്താ മനസ്സിലായില്ല? അതായത് രമണ, ഓർക്കാൻ ഒരുപാടുണ്ടെങ്കിൽ ഫോട്ടോയുടെ ആവശ്യമില്ലല്ലോ. പിന്നെ സച്ചിൻ ചോദിക്കുക, നമ്മൾ തമ്മിൽ ലൈനാണോ? അയ്യേ,
എങ്ങനെ തോന്നാണ്ട് നിൽക്കും? അവൻ കാണുമ്പോഴൊക്കെ നീ എൻ്റെ കൂടെയല്ലേ, പിന്നെ ആർക്കായാലും ഡൗട്ട് അടിക്കൂലേ? നമ്മ തമ്മിലാണെങ്കിൽ നേരിട്ട് കണ്ട് എപ്പോഴും വഴക്കും. ഓ, അപ്പം ഞാൻ നിന്റെ അടുത്തുണ്ടാവുന്നതാണ് പ്രശ്നം. ഓക്കെ, ഞാനിനി വരുന്നില്ല. ഓക്കെ. ഏയ്, പോയോ? ഓക്കെ, ഗുഡ് നൈറ്റ്. രണ്ടാഴ്ച, 2 കൊല്ലം പോലെ ഉണ്ടല്ലേ? സത്യം, ഇവളെ ഞാൻ ആദ്യം കാണുമ്പോൾ എന്ത് ജാടയായിരുന്നു. ഫോണിൽ മെസ്സേജ് അയക്കുമ്പോഴോ ഒരുപാട് സംസാരിക്കും. അത് പിന്നെ ഞാൻ ഓൺലൈനിലെ പുലിയും ഓഫ്ലൈനിൽ എലിയും. മനസ്സിലായി. മതി മതി. പിന്നെ നിനക്ക് സങ്കടമൊന്നുമില്ലേ? ഓ, നമ്മളെയൊന്നും അത്ര വലിയ വില നൽകുന്നില്ലായിരിക്കും. നിന്റെ ഋഷീനെ പിരിഞ്ഞിരിക്കുമ്പോൾ സങ്കടം ഉണ്ടാവൂലേ? എന്തിന്? ലൈഫിൽ എല്ലാവരും എപ്പോഴും കാണുമോ? അങ്ങനെ എപ്പോഴും കാണുമെന്ന് വിചാരിക്കുന്നത് മണ്ടത്തരമല്ലേ? ഹലോ, വന്നാ? എന്തേ പിടിച്ചില്ലേ? ഇല്ലെങ്കിൽ തല കുത്തി നിൽക്കി. സൗകര്യമില്ല. ഇത് കഴിഞ്ഞ് ഞാൻ പറയുന്ന കോളേജ് ഫസ്റ്റ് ഓപ്ഷനായിട്ട് കൊടുക്കുമോ അലോട്ട്മെൻറ്റിൽ? എന്തേ? കൊടുക്കുമോ? ഇല്ല. എന്തേ? അതൊക്കെയുണ്ട്. അപ്പോൾ ഇന്നാണല്ലേ നമ്മ അവസാനമായിട്ട് കാണുന്നേ? മേ ബി ആവാം. നിന്റെ ബർത്ത്ഡേക്ക് ആദ്യമായിട്ട് കണ്ടിട്ട് എൻ്റെ ബർത്ത്ഡേക്ക് അവസാനമായിട്ട് കാണുന്നു. എന്തേ, വിഷമമുണ്ടോ എനക്ക്? എന്തിന്? നീ എൻ്റെ ജസ്റ്റ് ഫ്രണ്ട് മാത്രമല്ലേ? യാ, അത്രേ ഉള്ളൂ. എവിടെയെങ്കിലും വെച്ച് എപ്പോഴേലും കാണാം. ശരി എന്നാ, ഞാൻ പോട്ടെ. ഒരു മിനിറ്റ്. ഋഷി, ബൈ. അതായിരുന്നോ നിങ്ങളുടെ ലാസ്റ്റ് മീറ്റ്? അവളുടെ ലാസ്റ്റ് മീറ്റ് എന്ന് വെച്ചാ ചാറ്റിംഗ് ഒക്കെ അപ്പൊ തന്നെ സ്റ്റോപ്പ് ആക്കിയിരുന്നോ? ഇല്ല, എപ്പോഴും മെസ്സേജ് അയക്കും. ഒരു ദിവസം പോലും ഇടവിടാണ്ട് മെസ്സേജ് അയക്കും. അവൾ അവളുടെ കോളേജിലെ എല്ലാ വിശേഷങ്ങളും പറയും. പിന്നെ റീൽസിലൊക്കെ കാണാറില്ലേ ഒരു കോട്ട്, ഒന്നിച്ചാൽ മനോഹരമാകുന്നതൊന്നും ഒന്നിക്കില്ല എന്ന്. അങ്ങനെ പറയാൻ പറ്റുമോ? അതിനിത് വൺ സൈഡ് അല്ലേ? നിന്റെ ഇഷ്ടം അവൾ അറിഞ്ഞില്ലല്ലോ. അവൾക്കും അതേ ഇഷ്ടം ഒരുപക്ഷെ ഉണ്ടെങ്കിലോ? എടീ, ഞാൻ അവളെപ്പോലൊരു പെണ്ണിനെ വേറെ കണ്ടിട്ടില്ല. സൗന്ദര്യം അവളുടെ മനസ്സിനാണ്. ഇപ്പോൾ എങ്ങനെയാ നിന്നെ പറഞ്ഞു മനസ്സിലാക്കുക? ആ, എന്താ നിന്റെ ഡ്രീം? നല്ലൊരു ജോലി, ഹൈ സാലറി, പിന്നെ എനിക്ക് കൊറിയയിൽ പോണം. എന്റെ ജിമിനൊപ്പയുടെ കൂടെ എനിക്കൊരു ഫോട്ടോയും ഓട്ടോഗ്രാഫും വേണം. പറയുമ്പോ തന്നെ കൂരിത്തരിക്കുന്നു. എന്താടാ ആലോചിക്കുന്നേ? സമാധാനം. സമാധാനത്തോടെ ഒരു രാത്രി ഒന്ന് എനിക്ക് ഉറങ്ങണം. മനസ്സറിഞ്ഞ് സന്തോഷിക്കണം. കണ്ണീരിൻ്റെ ഉപ്പുരസമില്ലാത്ത ഭക്ഷണം ഒരു ദിവസമെങ്കിലും കഴിക്കണം. ദാറ്റ്സ് മൈ ബിഗ്ഗസ്റ്റ് ഡ്രീം. ഏയ്, ഒന്നുമില്ല. എടാ, ഇനി ഒരു പക്ഷേ അവൾക്ക് നിന്നെ ഇഷ്ടമായിരിക്കോ? ഇത്രയൊക്കെ കേട്ടിട്ട് എന്റെ മനസ്സെങ്ങനെയാ പറയുന്നേ? ഇഷ്ടമായിരുന്നല്ലേ നിനക്കും?